ദുലീപ് ട്രോഫി 2024-25 സീസണിലെ അവസാന അംഗം ഇന്ന് ആരംഭിക്കുകയാണ്. സഞ്ജു സാംസണും ശ്രേയസ് അയ്യരും ഉൾപ്പെടുന്ന ഇന്ത്യ ഡി അഭിമന്യു ഈശ്വരൻ നയിക്കുന്ന ഇന്ത്യ ബിയെ നേരിടും. മറ്റൊരു മത്സരത്തിൽ ഋതുരാജ് ഗെയ്ക്വാദ് നയിക്കുന്ന ഇന്ത്യ സി മയങ്ക് അഗർവാൾ നയിക്കുന്ന ഇന്ത്യ എയുമായി ഏറ്റുമുട്ടും. റെഡ് ബോൾ ഫോർമാറ്റിൽ കഴിവ് തെളിയിക്കാൻ പ്രധാന താരങ്ങൾക്ക് അവസരം ലഭിക്കുന്ന മികച്ച മത്സരമായിരിക്കും നടക്കാൻ പോകുന്നത്. ശ്രേയസ് അയ്യർ, സഞ്ജു സാംസൺ, റിയാൻ പരാഗ്, റിങ്കു സിംഗ് എന്നിവർക്ക് ഈ മത്സരങ്ങൾ നിർണായകമാണ്. ടൂർണമെന്റിൽ 4 ടീമുകൾക്കും 3 മത്സരങ്ങൾ വീതമാണുള്ളത്. ആദ്യ റൗണ്ട് മത്സരത്തിൽ കളിക്കാൻ സഞ്ജു സാംസണ് അവസരം ലഭിച്ചിരുന്നില്ല. രണ്ടാം മത്സരത്തിൽ ഇന്ത്യ ഡിയിൽ ഇടം ലഭിച്ച സഞ്ജുവിന് ആദ്യ ഇന്നിംഗ്സിൽ തിളങ്ങാൻ കഴിയാതെ പോയി. 5 റൺസിന് പുറത്തായ സഞ്ജു രണ്ടാം ഇന്നിംഗ്സിൽ പകരം വീട്ടി. 45 പന്തിൽ 40 റൺസ് സഞ്ജു നേടിയെങ്കിലും ടീം പരാജയപ്പെട്ടു. ബംഗ്ലാദേശിനെതിരായ T20 പരമ്പരയ്ക്കുള്ള ഇന്ത്യൻ ടീമിൽ ഇടം പിടിക്കുകയാണ് സഞ്ജുവിന്റെ അടുത്ത ലക്ഷ്യം. 2 മത്സരങ്ങളും തോറ്റ ഇന്ത്യ ഡി പോയിന്റ് പട്ടികയിൽ ഇപ്പോൾ ഏറ്റവും പിന്നിലാണ്. 2 കളികളിൽ നിന്ന് 9 പോയിന്റുമായി ഇന്ത്യ സി ആണ് 1-ാം സ്ഥാനത്ത്. ഇന്ത്യ ബി 7 പോയിന്റുമായി 2-ാം സ്ഥാനത്തും ഇന്ത്യ എ 6 പോയിന്റ് നേടി 3-ാം സ്ഥാനത്തുമാണുള്ളത്. സീസൺ ഓപ്പണിംഗ് ഇവന്റിന് നോക്കൌട്ട് ഗെയിമുകളൊന്നും ഷെഡ്യൂൾ ചെയ്തിട്ടില്ലാത്തതുകൊണ്ട് തന്നെ പരമാവധി പോയിന്റുള്ള ടീം ട്രോഫി നേടും. ഇന്ത്യ ഡി ക്യാപ്റ്റൻ ശ്രേയസ് അയ്യരും കടുത്ത സമ്മർദ്ദത്തിലാണ്. 2 മത്സരങ്ങളും തോറ്റുവെന്ന് മാത്രമല്ല, വ്യക്തിഗത പ്രകടനവും നിരാശാജനകമായിരുന്നു. ഇന്ത്യൻ ടീമിലേക്ക് തിരിച്ചെത്തുന്നതിനാണ് ശ്രേയസ് ദുലീപ് ട്രോഫിയിൽ കളിക്കുന്നത്. ആഭ്യന്തര ക്രിക്കറ്റിൽ കളിച്ച് കഴിവ് തെളിയിക്കാതെ ദേശീയ ടീമിലേക്ക് പരിഗണിക്കില്ലെന്ന സെലക്ടർമാരുടെ കർക്കശ നിലപാടിന് വഴങ്ങിയാണ് ശ്രേയസ് ടൂർണമെന്റിനെത്തിയത്. BCCIയുടെ നിർദ്ദേശങ്ങൾ ലംഘിച്ചതിന്റെ പേരിൽ ദേശീയ കരാറിൽ നിന്ന് പുറത്തായ ശ്രേയസ് ഇന്ത്യൻ ടീമിന്റെ പുതിയ കോച്ചായി ഗൗതം ഗംഭീർ വന്നതോടെ തിരിച്ചെത്താനുള്ള ശ്രമത്തിലാണ്. ബംഗ്ലാദേശ് പരമ്പരയിലെ ആദ്യ മാച്ചിനുള്ള ടെസ്റ്റ് ടീമിൽ ഉൾപ്പെടാനുള്ള ശ്രേയസിന്റെ നീക്കങ്ങൾ ഫലവത്തായില്ല. ശ്രേയസിന് ഇന്നത്തെ മത്സരത്തിലും തിളങ്ങാനായില്ലെങ്കിൽ സമീപഭാവിയിൽ ഇന്ത്യയുടെ നീലക്കുപ്പായത്തിൽ കാണാനാവില്ലെന്ന് BCCI പ്രതിനിധികൾ കഴിഞ്ഞ ദിവസം വ്യക്തമാക്കിയിരുന്നു. സഞ്ജു, ശ്രേയസ് എന്നിവർക്ക് പുറമെ റിയാൻ പരാഗ്, റിങ്കു സിംഗ്, പേസർ അർഷ്ദീപ് സിംഗ് എന്നിവരുടെ പ്രകടനവും സെലക്ടർമാർ നിരീക്ഷിക്കും. ഇന്ത്യ എ ഇന്ത്യ സി മത്സരത്തിൽ മയങ്ക് അഗർവാൾ, പരാഗ്, സായ് സുദർശൻ എന്നിവരിൽ നിന്ന് കൂടുതൽ റൺസ് സെലക്ടർമാർ പ്രതീക്ഷിക്കുന്നുണ്ട്. കഴിഞ്ഞ മാച്ചുകളിൽ പരാഗ് ആത്മവിശ്വാസത്തോടെ ബാറ്റ് ചെയ്തെങ്കിലും കൂടുതൽ നേരം ക്രീസിൽ നിലയുറപ്പിക്കേണ്ടത് പ്രധാനമാണ്. കഴിഞ്ഞ മാച്ചിൽ പ്ലെയർ ഓഫ് ദി മാച്ച് പുരസ്കാരം നേടിയ ഷംസ് മുലാനി മാച്ച് വിന്നിംഗ് പ്രകടനം നടത്താൻ തന്നെയായിരിക്കും ശ്രമിക്കുക. പരിക്കിൽ നിന്ന് മടങ്ങിയെത്തിയ പേസർ പ്രസീദ് കൃഷ്ണയും കൂടുതൽ ഓവറുകൾ എറിയാൻ ആഗ്രഹിക്കുന്നുണ്ട്. ഇന്ത്യ സിക്ക് വേണ്ടി സെഞ്ചുറി നേടി റെഡ് ബോൾ ക്രിക്കറ്റിലേക്ക് അവിസ്മരണീയമായ തിരിച്ചുവരവ് നടത്തിയ ഇഷാൻ കിഷന് സെലക്ടർമാരുടെ കൂടുതൽ ശ്രദ്ധ നേടാൻ മറ്റൊരു മികച്ച ഇന്നിംഗ്സ് ആവശ്യമാണ്. എന്തായാലും വരാനിരിക്കുന്ന മത്സരങ്ങൾ കൂടുതൽ ആത്മവിശ്വാസത്തോടെ നേരിടാൻ തയ്യാറെടുത്തു കഴിഞ്ഞിരിക്കുകയാണ് താരങ്ങൾ.